ഹലോ എവരിവൺ, എനസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 2025 ALP നോട്ടിഫിക്കേഷൻ ഇങ്ങ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്ത് തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. ഇത് നമ്മുടെ മുന്നിലുള്ളത് വളരെ നല്ലൊരു അവസരമാണ്. കാരണം ITI കഴിഞ്ഞവർക്കും ഡിപ്ലോമ കഴിഞ്ഞവർക്കും അതേപോലെ ബിടെക് ഡിഗ്രി ഉള്ളവർക്കുമൊക്കെ വളരെ നല്ലൊരു അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത്. 10,000-ഓളം വേക്കൻസികളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പം ഈ അവസരം പാഴാക്കാതെ എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ALP എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മറ്റ് റെയിൽവേ എക്സാംസിന് എങ്ങനെ അത് പ്രയോജനപ്പെടും എന്ന് കൂടി ഒന്ന് നോക്കാം. അതേപോലെ തന്നെ ALP എക്സാമിന്റെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ CBT 1-ന്റെയും CBT 2-ന്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് നമുക്ക് ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ALPയിൽ 5 ഘട്ടങ്ങളായിട്ടാണ് സെലക്ഷൻ പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമുക്കറിയാം CBT 1 എക്സാം ആണ്. അതിൽ ക്വാളിഫൈ ആവുന്നവർക്ക് വേണ്ടിയിട്ട് CBT 2 എക്സാം ഉണ്ട്. അതേപോലെ CBT 2 ക്വാളിഫൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. അതിലും ക്വാളിഫൈ ആവുന്നവർക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് മെഡിക്കൽ എക്സാമിനേഷനോട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നത്. നമുക്കറിയാം ഇത്രയും 5 സ്റ്റേജുകളിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ ALPയുടെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്നത്. അപ്പം നമ്മുടെ പ്രധാന ലക്ഷ്യം CBT 1-ഉം CBT 2-ഉം ക്ലിയർ ആവുക എന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്റ്റേജുകളാണ് അത്. നമ്മൾ അത് ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നിലേക്ക് നമ്മുടെ മുന്നിലെ സാധ്യത തുറക്കപ്പെടുകയാണ്. കാരണം നമ്മൾ അത്രയും കോമ്പറ്റീഷനിലൂടെ കടന്നു വരികയാണ്. കാരണം എല്ലാ സ്റ്റുഡൻസും എഴുതുന്ന എക്സാമാണ് CBT 1. അപ്പോൾ CBT 1 ക്ലിയർ ആവുന്ന കുറച്ച് പേർക്ക് മാത്രമേ CBT 2 എഴുതാൻ സാധിക്കുകയുള്ളൂ. അതിൽ നിന്നും ക്വാളിഫൈ ആവുന്ന കുറച്ച് പേരെ അടുത്ത സ്റ്റേജായ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് പോവുകയുള്ളൂ. പിന്നീടാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും വരുന്നത്. നമ്മൾ മെഡിക്കൽ എക്സാമിനേഷനുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ALPക്ക് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ നമ്മൾ ALPക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസ് നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് ALPയുടെ CBT 1-ന്റെയും CBT 2-ന്റെയും സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. CBT 1-ലെ സബ്ജക്ട്സിലേക്ക് വരുമ്പോൾ മാത്തമാറ്റിക്സ്, മെന്റൽ എബിലിറ്റി, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് ഇങ്ങനെ 4 ടോപ്പിക്കുകളാണ് വരുന്നത്. മാത്തമാറ്റിക്സിന് 20 മാർക്കും മെന്റൽ എബിലിറ്റിക്ക് 25 മാർക്ക്, ജനറൽ സയൻസിന് 20 മാർക്ക്, ജനറൽ അവയർനെസ്സിന് 10 മാർക്ക്. ഈ ജനറൽ അവയർനെസ്സിൽ കൂടുതലും നമ്മൾ കറണ്ട് അഫേഴ്സിന് ഫോക്കസ് കൊടുക്കുക. കാരണം കറണ്ട് അഫേഴ്സിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. കാരണം ഇവിടെ 10 മാർക്കേ ഉള്ളൂ. ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് ഒരു വലിയ ടോപ്പിക്കാണ്. നമുക്ക് അതിലെല്ലാം കവർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ കൂടുതൽ കറണ്ട് അഫേഴ്സിന് ഫോക്കസ് എടുക്കുക. കറണ്ട് അഫേഴ്സിന് ഫോക്കസ് കൊടുത്താൽ തന്നെ നമുക്കൊരു 4-5 മാർക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അതിന്റെ വെയിറ്റേജ് നോക്കി നമുക്ക് ഓരോ ടോപ്പിക്കിന്റെയും വെയിറ്റേജ് നോക്കി അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നമ്മൾ ഓരോ സബ്ജക്റ്റും പഠിക്കാനായിട്ട്. അപ്പം CBT 2-ലേക്ക് വരുമ്പോൾ 2 സ്റ്റേജുകളാണുള്ളത്, പാർട്ട് എയും പാർട്ട് ബിയും. അങ്ങനെ പാർട്ട് എയിൽ വരുമ്പോൾ ഈ നമ്മുടെ CBT 1-ലെ സെയിം സബ്ജക്ട്സ് തന്നെ CBT 2 പാർട്ട് എയിൽ വരുന്നുണ്ട്. അതായത് മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് പുതിയതായിട്ട് വരുന്നത്. അതേപോലെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫേഴ്സ്. ഇങ്ങനെ ഇതിലും 4 ടോപ്പിക്കുകളാണ് വരുന്നത്. ഇതിൽ പുതിയതായിട്ട് വന്ന ടോപ്പിക്ക് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ്. CBT 2 പാർട്ട് ബിയിൽ നമ്മൾ ഏത് ട്രേഡാണോ, ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, അങ്ങനെ നമ്മൾ ഏത് ട്രേഡാണോ ആ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് ബിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ റിലവൻറ്റ് ട്രേഡ് പഠിക്കുക. അതിൽ 75 മാർക്കാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. പാർട്ട് എയിൽ മാത്സിന് 25 മാർക്കും ജനറൽ ഇന്റലിജൻസിന് 25 മാർക്കും ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 40 മാർക്കാണ്. വെയിറ്റേജ് ശ്രദ്ധിക്കുക, 40 മാർക്കാണ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വരുന്നത്. അതേപോലെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫേഴ്സിൽ CBT 1-ലെ പോലെ തന്നെ 10 മാർക്കാണ് വരുന്നത്. അതിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളതല്ല, അത് പഠിക്കേണ്ടതിന് ഒരു സ്ട്രാറ്റജി വെക്കണം നമ്മൾ. കാരണം അത്രയും വലിയൊരു ടോപ്പിക്ക് നമുക്ക് 10 മാർക്കേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് എന്ന് നോക്കി വേണം നമ്മളത് പഠിക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളത് അതിനനുസരിച്ച് നമ്മുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് മാർക്കിന്റെ വെയിറ്റേജ് നോക്കി അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. സിലബസ് ഫുൾ കവർ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം സിലബസിന്റെ കുറച്ച് പഠിച്ച് ഒരു ടോപ്പിക്കിന്റെ കുറച്ച് പഠിച്ചു അടുത്ത ടോപ്പിക്കിന്റെ കുറച്ച് പഠിച്ചു എന്നുള്ളത് കാര്യമില്ല. കാരണം ടോപ്പിക്കിൽ നിന്ന് ഏത് ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം മാത്സും റീസണിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിക്കുക. പിന്നെ സയൻസും കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ജനറൽ അവയർനെസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ സെലക്റ്റീവ് ആയിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് അതിൽ നിന്ന് നോക്കി ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം ഇത്തവണ റെയിൽവേയും ആനുവൽ കലണ്ടർ പുറത്തിറക്കി. അതായത് എല്ലാ വർഷവും ഇനി
SSC പോലെ തന്നെ റെയിൽവേയും എക്സാംസ് കണ്ടക്ട് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് 2025 ആനുവൽ കലണ്ടർ അവർ പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ കലണ്ടറിൽ എക്സാം സ്ലോട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ജനുവരി മാർച്ചിൽ അവർ പറഞ്ഞിരുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ്. അതേപോലെ തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ഷോർട്ട് നോട്ടീസ് മാർച്ചിൽ ഔട്ടായി. അതേപോലെ നോട്ടിഫിക്കേഷൻ ഏപ്രിലിൽ വരികയും ചെയ്തു. അപ്പം ഫസ്റ്റ് എക്സാം നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ടെക്നീഷ്യൻസിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. അത് അവർ പറയുന്നത് ഏപ്രിൽ ജൂൺ മാസത്തിലാണ്. ALP വന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം നെക്സ്റ്റ് വരുന്നത് ടെക്നീഷ്യൻ ഉറപ്പായും ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ തന്നെ വരും. നെക്സ്റ്റ് വരുന്നത് NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസിന്റെ ഗ്രാജുവേറ്റും അതേപോലെ അണ്ടർ ഗ്രാജുവേറ്റും ആണ്. അത് വരുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ്. അതുപോലെ ജൂനിയർ എഞ്ചിനീയർ പാരാമെഡിക്കൽ കാറ്റഗറീസും എല്ലാം ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കലണ്ടർ പ്രകാരം ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വരേണ്ട ടൈമിൽ തന്നെ നമ്മുടെ ALP നോട്ടിഫിക്കേഷൻ ഔട്ടായി. അതുകൊണ്ട് ബാക്കി നോട്ടിഫിക്കേഷൻസും പുറകെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് ALPക്ക് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലുള്ള മറ്റ് റെയിൽവേ എക്സാംസിന് കൂടി തയ്യാറെടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം എല്ലാത്തിൻ്റെയും സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്കപ്പോൾ അതിലെ സിലബസിൽ എന്തൊക്കെ വേരിയേഷൻസ് വരും, അത് നമുക്ക് എത്ര സ്റ്റേജസ് എക്സാമുകളുണ്ട്, അതിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നതെന്ന് കൂടി ഒന്ന് നോക്കാം. നമ്മൾ ALPയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അവിടെ CBT 1ഉം CBT 2ഉം ഉണ്ട്. അതേപോലെ ജൂനിയർ എഞ്ചിനീയറിനും CBT 1ഉം CBT 2ഉം ഉണ്ട്. CBT 1 മാത്രമുള്ള എക്സാമുകളാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3ഉം അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 1ഉം. നമുക്ക് ALP CBT 1ന്റെ സിലബസുമായിട്ട് തന്നെ മാച്ചാണ് ഗ്രേഡ് 3യുടെയും ഗ്രേഡ് 1ന്റെയും അതേപോലെ ജൂനിയർ എഞ്ചിനീയർ CBT 1ന്റെ എക്സാം പാറ്റേണും. നമുക്കത് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അതിൽ വന്നിരിക്കുന്നതെന്നൊന്ന് നോക്കാം. നമുക്കറിയാം ALPയിൽ CBT 1 വരുമ്പോൾ മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ്, ഇങ്ങനെ 4 ടോപ്പിക്കുകളാണ് വരുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 3യിലേക്ക് വരുമ്പോൾ ഈ സെയിം 4 ടോപ്പിക്കുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിലൊരു മാറ്റവുമില്ല. മാത്സ്, റീസണിങ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ്. ALPയുടെ സെയിം CBT 1 പാറ്റേൺ തന്നെയാണ് ഗ്രേഡ് 3ക്കും ഉള്ളത്. അപ്പം നമ്മൾ ALPക്ക് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഗ്രേഡ് 3ക്കും കൂടി കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണത്. പിന്നീട് വരുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആണ്. അതിലും ഈ സെയിം ടോപ്പിക്കുകളുണ്ട്. മാത്തമാറ്റിക്സും ജനറൽ ഇൻ്റലിജൻസും ജനറൽ അവയർനെസ്സും അതിലുണ്ട്. പിന്നീട് വരുന്ന എക്സ്ട്രാ 2 ടോപ്പിക്കുകളാണ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗും അതേപോലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും. നമുക്കറിയാം ALPയുടെ CBT 2ൽ ഈ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അപ്പം നമുക്ക് ALPക്ക് വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി പഠിക്കുമ്പോൾ നമുക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെ എല്ലാ സിലബസും കവർ ആയിക്കോളും. അപ്പം ഇവിടെ വരുന്ന എക്സ്ട്രാ 2 ടോപ്പിക്കുകളാണ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗും അതേപോലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും. നെക്സ്റ്റ് വരുന്നത് ജൂനിയർ എഞ്ചിനീയർ CBT 1 ആണ്. അതിൽ സെയിം തന്നെയാണ്, ALPയുടെ സെയിം സിലബസ് തന്നെയാണ്. മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ്. സിലബസ് ഒന്നാണെങ്കിലും ചിലപ്പോൾ എക്സാം ലെവലിൽ മാത്രമായിരിക്കും ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ALP CBT 1ന്റെ ലെവലിലായിരിക്കത്തില്ല ജൂനിയർ എഞ്ചിനീയറിന്റെ എക്സാം ലെവൽ വരുന്നത്. അപ്പോൾ നമ്മൾ എക്സാമിന്റെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച് ലെവൽ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ ഹൈ ലെവൽ ആയാലും ലോ ലെവൽ ആയാലും നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മളൊരു സിലബസ് പഠിക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ തന്നെ ശ്രമിക്കുക. നമ്മുടെ സ്കൂൾ ലെവൽ ടെക്സ്റ്റുകളിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബേസ് ഉണ്ടാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ്ലി സിലബസിൽ തറവാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലും ക്വസ്റ്റ്യൻസ് വന്നാലും ആൻസർ ചെയ്യാൻ സാധിക്കും. കാരണം ഇത്രയും അധികം ഈ 4 എക്സാമിനും സെയിം സിലബസ് ആണ് വരുന്നത്. 1-2 ടോപ്പിക്കുകളിൽ മാത്രമേ ഉള്ളൂ ഡിഫറൻസ് വരുന്നത്. അപ്പം നമ്മൾ ഒരു എക്സാമിന് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ മുന്നിലുള്ള മറ്റ് എക്സാമുകളിലേക്കുള്ള സാധ്യത കൂടിയാണ് തുറക്കപ്പെടുന്നത്. അപ്പോൾ അതാരും മിസ്സാക്കാതിരിക്കുക. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് എല്ലാ എക്സാംസും നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് പോസ്റ്റ് ആണോ അത് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മുടെ മുന്നിലേക്ക് റെയിൽവേ തരുന്നുണ്ട്. അപ്പം CBT 2 വരുന്നത് ALPക്കും ജൂനിയർ എഞ്ചിനീയറിനുമാണ്. അപ്പോൾ CBT 2 ALPയിൽ വരുന്നത് മാത്തമാറ്റിക്സും ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ജനറൽ സയൻസ്, പിന്നീട് വരുന്നത് ട്രേഡ് ആണ്. പാർട്ട് ബിയിൽ വരുന്നത് നമ്മുടെ റിലവൻറ്റ് ട്രേഡ് ആണ്. അപ്പോൾ ഇവിടെ ഈ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1ൽ എക്സ്ട്രാ ആയിട്ട് വന്ന ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ ഈ CBT 2ന് വേണ്ടിയിട്ട് ALPയുടെ CBT 2ന് വേണ്ടിയിട്ട് അത് പഠിക്കുമ്പോൾ ഓൾമോസ്റ്റ് നമ്മളപ്പോൾ ഗ്രേഡ് 1ന്റെ സിലബസും കവർ ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ജൂനിയർ എഞ്ചിനീയറിലേക്ക് വരുമ്പോൾ അവിടെ വരുന്നത് ജനറൽ അവയർനെസ്, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ,
പിന്നെ വരുന്നത് ടെക്നിക്കൽ എബിലിറ്റീസ്. അപ്പം ജൂനിയർ എഞ്ചിനീയറിന്റെ CBT 2 വരുന്ന എക്സ്ട്രാ ടോപ്പിക്കുകളാണ് ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, അതേപോലെ ഫിസിക്സ്, കെമിസ്ട്രി. പിന്നീട് വരുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ ആണ്. ഈ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഗ്രേഡ് 1 ടെക്നീഷ്യൻ ഗ്രേഡ് 1ലും എക്സ്ട്രാ ആയിട്ട് വന്ന ടോപ്പിക്ക്. അപ്പം എല്ലാത്തിൻ്റെയും സിലബസ് പരസ്പരം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ സിലബസുകളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന എക്സാമുകളെല്ലാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ആരും പഠിക്കാതെ ഇരിക്കരുത്, നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം. ALPക്ക് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ബാക്കി 3 എക്സാമുകൾക്കും നമുക്ക് സാധ്യത തുറക്കപ്പെടുകയാണ്. ഇപ്പോൾ ALPയിൽ നിങ്ങൾ പിന്നിലായി പോയാലും നിങ്ങൾക്ക് അത് ടെക്നീഷ്യൻ ഗ്രേഡ് 1ലോ ഗ്രേഡ് 3ലോ അല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ പോലുള്ള ഒരു വലിയ പോസ്റ്റിലേക്കോ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാതെ മടിച്ചിരിക്കരുത്. നമുക്ക് പഠിച്ചു തുടങ്ങേണ്ട കറക്റ്റ് ടൈമാണിത്. നിങ്ങൾക്കായിട്ട് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ALPയുടെ കംപ്ലീറ്റ് കോഴ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്കറിയാം ITI 10ാം ക്ലാസ്സും ITI യോഗ്യതയുള്ളവർക്കും അതേപോലെ 3 വർഷം ഡിപ്ലോമ കഴിഞ്ഞവർക്കും അതേപോലെ BTech ഡിഗ്രി ഉള്ളവർക്കുമാണ് നമ്മൾക്ക് ALP അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നിങ്ങൾക്കായിട്ട് ALPക്ക് CBT 1, CBT 2, പാർട്ട് A, പാർട്ട് B അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കോഴ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ പേഴ്സണൽ മെന്റർ ഉണ്ടായിരിക്കും, ലൈവ് സെഷൻസും വർക്കൗട്ട് സെഷൻസും അതേപോലെ PYQ ഡിസ്കഷൻസും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ALP എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാവിധ കണ്ടന്റുകളും നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ഏത് ട്രേഡ് ആണോ, ഇപ്പം BTech മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, അതേപോലെ ITI കഴിഞ്ഞവരും ഡിപ്ലോമ കഴിഞ്ഞവരും, നിങ്ങൾ ഏത് ട്രേഡ് ആണോ ആ ട്രേഡുമായി ബന്ധപ്പെട്ട കോഴ്സസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പം പാർട്ട് Bക്കായിട്ട് നിങ്ങൾക്ക് മറ്റെവിടെയും പോകേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള അവസരം പാഴാക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.